ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് ആർട്ടിസ്റ്റ്മാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ ചോദിക്കാൻ നമുക്ക് ഇതിൻ്റെ ഭാവി പ്രശ്നങ്ങളും കാര്യങ്ങളും. പിന്നെ നിങ്ങളൊന്ന് ഓർക്കേണ്ടത് എന്താ അറിയോ, ഒരു വീട് കെട്ടുമ്പോൾ 10 ലക്ഷം 30 ലക്ഷം 50 ലക്ഷം 3 കോടി രൂപ വരെ ചിലവാക്കിയിട്ട് ഒരാൾ ചെയ്ത വീട് എനിക്കറിയാം. അതിൻ്റെ മുമ്പിൽ ശില്പം വെക്കണം എന്ന് പറഞ്ഞാൽ എന്തിനാന്ന് ചോദിക്കും. അതിനകത്ത് കുറച്ച് പെയിൻറ്റിങ്സ് വാങ്ങി വെക്കണം, അതിൻ്റെ ആവശ്യമില്ല. ഇതില്ലെങ്കിൽ സുഖമായി ജീവിക്കാം. ഫ്രിഡ്ജ് വേണം, കാറ് വേണം, മറ്റു സൗകര്യങ്ങളൊക്കെ, ആധുനിക സൗകര്യങ്ങളൊക്കെ. പക്ഷേ ഒരു വീടായാൽ മുറ്റത്തൊരു ശില്പം വേണം, അകത്ത് ചുമരിൽ 2 3 പെയിൻറ്റിങ്സ് വേണം, ഒന്നുമില്ല ഒരു പെയിൻറ്റിങ് വേണം, അകത്തൊരു പെയിൻറ്റിങ് ചിത്രവും വേണം. അപ്പോഴും മാത്രമേ ആ വീട് വീടാവുകയുള്ളൂ. പഴയ കാലത്ത് നമുക്ക് ദേവീദേവന്മാരെ ചിത്രങ്ങളും ചുമരിലുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് പകരം പലതും വെക്കുന്നുണ്ട്. പക്ഷെ അതിനെപ്പറ്റിയല്ല പറഞ്ഞത്. പക്ഷേ ഇതൊരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഭാഗമാക്കി നമ്മൾ മാറ്റിയേ പറ്റും. അവിടെ ചിത്രം കാണാനുള്ളത് മാത്രമല്ല വാങ്ങാനുള്ളതാണെന്നാണ് ഞങ്ങളുടെ സന്ദേശം. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക. നമസ്കാരം. ഞാൻ തോമസിന് കൊടുക്കുന്നു, അദ്ദേഹമാണ് എൻ്റെ കൺവീനർ. എൻ്റെ സ്വപ്നത്തിൽ എല്ലാവിധത്തിലും പങ്കുചേർന്ന എല്ലാവരോടും ആയി. പണ്ട് വാസ്കോ ഡി ഗാമ വരുന്നതിന് മുമ്പ് കേരളത്തിൽ കെട്ടിക്കിടന്നിരുന്നൊരു സാധനമാണ് കുരുമുളക്. പിന്നീട് അത് ലോകം മുഴുവനെത്തുന്ന ഒരു വാല്യബിൾ പ്രോഡക്റ്റ് ഓഫ് കേരള ആയിട്ട് മാറി. ഇന്ന് കേരളത്തിൽ മുഴുവൻ കെട്ടിക്കിടക്കുന്ന ഒരു സാധനമാണ് ചിത്രങ്ങൾ. ഒരു വിഷണറിയോളം പോകാവുന്ന ദർശനമുള്ള അല്ലെങ്കിൽ കാഴ്ചപ്പാടുള്ള ഒരാൾ, അതായത് ഒരേ സമയം ബിസിനസ്സിനെയും അതിൻ്റെ കൂടെ കലയെയും കണ്ടെത്താൻ കഴിയുന്ന ഒരാളുണ്ടായാൽ ഈ കെട്ടിക്കിടക്കുന്ന ചിത്രങ്ങളെ അവിടെ നിന്ന് എടുത്ത് എവിടെയെങ്കിലും ഇത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ, ഔട്ടറിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരാളുടെ സാന്നിധ്യം വന്നതുകൊണ്ടാണ് ഇക്കൊല്ലം നമുക്ക് ഇങ്ങനൊരു പരിപാടി നടത്താനും അത് വിജയകരമാക്കാനും കഴിയും.